പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഒരു പുതിയ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. കർത്താവ് കഴിഞ്ഞ മാസം മുഴുവനും നമ്മെ എത്രത്തോളം ഭംഗിയായി വഴി നടത്തി, അല്ലേ? ഒരു പുതിയ മാസം കാണിച്ചു തന്ന കർത്താവിന് സ്തോത്രം. ശരി, ഈ മാസം ദൈവം എനിക്കായി കരുതിയിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? എന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? തന്റെ വചനത്തിലൂടെ എന്താണ് എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണോ? നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു നല്ല വാക്ക് തന്നിരിക്കുന്നു. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? യേശുവിന്റെ മേൽ നിങ്ങൾക്ക് സ്നേഹമില്ലേ? എന്നാലും കഷ്ടവും ഉപദ്രവവും ഞെരുക്കവും ഉണ്ടെന്ന് വിചാരിക്കുകയാണോ? ഇപ്പോൾ അത് നന്മയ്ക്കായി യേശു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ഉപദ്രവവും ഞെരുക്കവും നഷ്ടവും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ നന്മയുണ്ടാകുവാനായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് സകലവും നന്മയ്ക്കായി മാറ്റാൻ പോകുന്നു. ആ അത്ഭുതത്തെ ഇന്ന് തന്നെ കാണാൻ പോകുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നു. വേദപുസ്തകത്തിൽ ഇയ്യോബ് എന്നൊരു ഭക്തനെക്കുറിച്ച് വായിക്കുന്നുണ്ടല്ലേ? കർത്താവിനെ സ്നേഹിച്ചു, പ്രിയമുണ്ടായിരുന്നു, കർത്താവിനെ വിശ്വസിച്ചിരുന്നു. എന്നാൽ അയാളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമുണ്ടായി. മക്കളെ നഷ്ടപ്പെട്ടു, സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു, ശരീര സൗഖ്യം നഷ്ടപ്പെട്ടു, പരിഹാസങ്ങളും നിന്ദകളും ഏർപ്പെട്ടു. ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരുന്ന അയാളുടെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിച്ച് പിന്തുടർന്നാലുള്ള ബലമെന്ന തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടായേക്കാം. പക്ഷേ ഇയ്യോബ് തളർന്നില്ല. കർത്താവിനോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും അയാൾക്കൊട്ടും കുറവുണ്ടായില്ല. അവസാനം എന്തായിരുന്നു? ഇരട്ടി അനുഗ്രഹം. പരിഹസിച്ച് കളിയാക്കിയ അതേ ജനങ്ങളുടെ നടുവിൽ ഇയ്യോബ് ആശീർവദിക്കപ്പെട്ട് മേൽക്കുമേൽ ഉയർത്തപ്പെട്ടു. ഫലം 2 മടങ്ങ് ആശീർവാദം. നന്മയുണ്ടാകുന്ന വിധത്തിൽ കർത്താവ് വഴി നടത്തി. തിന്മ നടക്കുന്നത് പോലെ നമുക്കിപ്പോൾ തോന്നും, അവസാനം നന്മയുണ്ടാവും. യോസേഫ് എന്ന ചെറുപ്പക്കാരൻ ചെറുപ്പത്തിൽ തന്നെ യഹോവയെ സ്നേഹിച്ചു. യഹോവയ്ക്കെതിരായി എങ്ങനെ പാപം ചെയ്യുമെന്ന് പാപത്തിൽ നിന്നും മാറി നിന്നു. യഹോവ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കർത്താവ് സാക്ഷീകരിച്ചു. എന്നാൽ അയാളുടെ ജീവിതത്തിൽ തെറ്റായ കുറ്റാരോപണം, ചെയ്യാത്തൊരു കുറ്റം ചെയ്തതായി അയാളുടെ മേൽ കുറ്റം ആരോപിച്ച് അപമാനപ്പെടുത്തി ശിക്ഷിച്ച് തടവിൽ അടച്ചിട്ടു. ദൈവത്തെ സ്നേഹിച്ച് പിന്തുടരുന്നവരുടെ അനുഭവം ഇതാണോ എന്ന് തോന്നിപ്പോകും. അവസാനം എന്തായിരുന്നു? അവിടെ നിന്നും ദൈവം പുറത്തു കൊണ്ടുവന്ന് ഈജിപ്ത് രാജ്യത്തിന് ഏറ്റവും ഉയർന്ന അധികാരിയാക്കി മാറ്റി. രാജാവിന്റെ അടുത്ത സ്ഥാനത്തേക്ക് ഉയർത്തുകയുണ്ടായി. അവസാനം നന്മയുള്ളതായി. നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് തിന്മയും അപമാനവും തെറ്റായ കുറ്റാരോപണവും നേരിട്ടിട്ടുണ്ടായിരിക്കാം. അവസാനം നന്മയുള്ളതാവും. സകലവും നന്മയ്ക്കായി മാറ്റപ്പെടും. ചെന്നൈയിൽ ഞാനൊരു സഹോദരനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാൾ കുറേ വർഷങ്ങളായി ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. നല്ല ഉയർന്ന പദവിയിലിരുന്ന് കമ്പനിയുടെ വളർച്ചയ്ക്കായി കഷ്ടപ്പെട്ട് പ്രയത്നിച്ചിരുന്നു. പ്രമോഷന്റെ സമയമായപ്പോൾ സീനിയർ ആയതുകൊണ്ട് അയാൾക്കാണ് പ്രമോഷൻ കിട്ടുക എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അയാളും അത് പ്രതീക്ഷിച്ചു. പക്ഷേ അയാൾക്ക് ശേഷം വന്ന ഒരു ജൂനിയറിന് ആ പ്രമോഷൻ കൊടുക്കപ്പെട്ടു. അത് അയാൾക്ക് വല്ലാത്തൊരു അപമാനമായി തോന്നി. മനസ്സ് വല്ലാതെ വിഷമിച്ചു. അതെനിക്കല്ലേ കിട്ടേണ്ടിയിരുന്നത്? ഞാനല്ലേ ഇത്രയും കാലം ഈ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്? ഞാനല്ലേ അടുത്ത ലിസ്റ്റിൽ ഉള്ളത്? പക്ഷേ എനിക്ക് വല്ലാത്തൊരു അപമാനമായല്ലോ ഇത്. ജോലിസ്ഥലത്തുള്ളവരുടെ നടുവിൽ ഒരു അപമാന ചിഹ്നമായി അത് മാറി. വളരെ നിരാശനായി. ഞാൻ അയാളെ കണ്ടപ്പോൾ പറഞ്ഞു, നിരാശപ്പെടേണ്ട, ദൈവമറിയാതെ ഒന്നും തന്നെ നടക്കുകയില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന പ്രമോഷൻ തടസ്സപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. ഇല്ല, ദൈവം അത് നന്മയായി മാറ്റും. സകലവും നന്മയ്ക്കായി പര്യവസാനിക്കുമെന്ന് വചനം പറയുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കൂ. യേശുവേ, ഈ പ്രമോഷൻ തടസ്സപ്പെട്ടതുകൊണ്ട് സ്തോത്രം പറയൂ. അതുകൊണ്ടുള്ള നന്മ എന്താണെന്ന് പിന്നീട് നിങ്ങൾ അറിയും. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. അയാൾ എന്നോട് സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു നന്മ നടന്നു. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ ജൂനിയറെ ആ പദവിയിൽ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? പ്രമോഷൻ കൊടുത്തയുടനെ അയാളെ കൽക്കത്തയിലെ കമ്പനിയിലേക്ക് അയച്ചു. പ്രമോഷൻ കൊടുത്ത് അയാളെ ട്രാൻസ്ഫർ ചെയ്തു. അയാൾക്ക് വളരെ ദൂരം പോകേണ്ടി വന്നു. കുടുംബത്തെ വിട്ട് വളരെ ദൂരെ ചെന്ന് ജോലി ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രമോഷൻ കിട്ടിയിരിക്കുന്നു. ചെന്നൈയിൽ തന്നെയാണ് കിട്ടിയത്. ചെന്നൈയിലാണ് എൻ്റെ വീട്. ഭാര്യയും മക്കളും ഇവിടെയാണ്. മക്കൾ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. എൻ്റെ കുടുംബത്തോടൊപ്പം ഇരിക്കാനുള്ള പ്രമോഷൻ ദൈവം തന്നിരിക്കുന്നു.
ഇതിനു വേണ്ടിയായിരുന്നു ദൈവം താമസിച്ചത് എന്നറിയുമ്പോൾ ഇപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, അവസാനം നന്മയിൽ കലാശിച്ചു. ഇപ്പോൾ നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ദൈവം മറന്നോ, കൈവിട്ട് കളഞ്ഞോ, എന്തുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കാൻ പാടില്ല. ദൈവത്തെ സ്തുതിക്കൂ. ഈ മാസം നന്മകൾ നിങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങൾക്കുള്ള അത്ഭുതം വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കൂ, ദൈവത്തെ സ്തുതിക്കൂ. ദൈവമേ, എന്റെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായിട്ടാണ് നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം നന്നായിരിക്കും. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. എന്റെ യേശു സകലവും നന്മയായി മാറ്റിത്തരും. ഞാൻ ഇന്നത് കാണാൻ പോകുന്നു. ഈ മാസം കാണാൻ പോകുന്നു. ജീവിതകാലം മുഴുവൻ കാണാൻ പോകുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ